ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ സ്മോൾ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ എന്ന് കാണിക്കുന്ന. ഫ്രിഡ്ജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ സാധനങ്ങളും അത്രക്കും മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഞങ്ങളിവിടെ സൗദിയിലെത്തിയപ്പം ഇക്കാക്കൻ്റെ റൂമിൽ യൂസ് ചെയ്തിരുന്ന ഫ്രിഡ്ജ് നേരെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടാണ്. പിന്നാണെങ്കിൽ എനിക്കതൊന്നും റീഅറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ടൈമും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നാണെങ്കിൽ ഞാൻ കുറച്ച് പർച്ചേസും ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്കത് ഒരുപാട് സാധനം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. കണ്ടില്ല, ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത്രയും നമ്മളീ ഫുഡ് വേസ്റ്റും, ഞാൻ പറഞ്ഞില്ല ഇത് ഓൾറെഡി അവർ യൂസ് ചെയ്ത ഫ്രിഡ്ജ് ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്തിരുന്ന ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഷെൽഫ്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഭാഗത്ത് വെച്ച് ഈ ലാസ്റ്റ് ഷെൽഫ് എടുത്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഇത്രയും വൃത്തികേടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഷെൽഫ്സും കാര്യങ്ങളൊക്കെ സ്ക്രബ് ചെയ്യാൻ വിചാരിച്ചിട്ട് അതിലോട്ട് നിന്ന്. പക്ഷേ ഈ ഷെൽഫിലൊക്കെ നമ്മൾ ഈ ഫുഡും വേസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് ഒട്ടി പിടിച്ച് പോയിക്കും. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അത്രയും പാടേനും. ഇപ്പം ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ നായിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പാടില്ല. ഇതൊന്നാഴ്ച അവിടെ തന്നെ വെച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ കറിയൊക്കെ ചിന്തിയിട്ടുള്ളതിൻ്റെ ഒരു കറ പിടിക്കുമല്ലോ, മഞ്ഞ കളറ്. അതൊക്കെ എത്ര സ്ക്രബ് ചെയ്തിട്ടും ആ മഞ്ഞ കളർ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ ഇത് ഏറെക്കുറെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ ഞാൻ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം ചില ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ കളറൊന്നും തീരെ പോകുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഏറെക്കുറെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഏറ്റവും അടിയിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ഷെൽഫേനു. പക്ഷെ അതിലൊന്നും അത്ര അങ്ങോട്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് അതിൻ്റെ ഓരോ നമ്മുടെ ആ ഷെൽഫ് വെക്കുന്ന ആ ഏരിയയില്ലേ അവിടെ പോലും അത്രയും നമ്മൾ ഓരോ സാധനം ചിന്തയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അത്രയും അഴുക്ക് പിടിച്ച് കിടക്കേനു. അതിന് ശേഷം ഞാൻ ഈ ഡോർ സൈഡിലുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങിട്ടോ. അപ്പോഴാണെങ്കിലോ അതിൻ്റെ ആ മുട്ടൊക്കെ വെക്കുന്ന ട്രേലൊക്കെ സേമിയം ചിന്തിയതും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഷെൽഫും കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷമുള്ളതാട്ടോ ഇത്. അത്രയും അഴുക്കും കാര്യങ്ങളും എന്തൊക്കെയോ ഒട്ടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രീസറോ നമ്മൾ ഈ ഇത് സ്പീഡ് കൂട്ടി വെച്ചിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ ഫുൾ ഐസും കട്ടയും, നമുക്ക് സാധനം പോലും മര്യാദയ്ക്ക് വെക്കാൻ കഴിയില്ല, അത്രയും ഐസും കട്ട നിറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഷെൽഫും കാര്യങ്ങളൊക്കെ രണ്ടാമതും അതിലോട്ട് തന്നെ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആട്ടോ ഇത്. പിന്നെ ഞാൻ ഓരോന്ന് റീസ്റ്റോക്ക് ചെയ്ത് തുടങ്ങി. അതിൽ തന്നെ ചിക്കൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് റീസ്റ്റോക്ക് ചെയ്ത് പിന്നെ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ നമ്മുടെ ഡോർ സൈഡിൽ പാല്, അതേപോലെ ഇത് ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാലാട്ടോ. പിന്നെ ഫ്രഷ് മിൽക്ക്, പിന്നെ ലെമൺ. ഇവിടെ കകക്ക് ലെമൺ മസ്റ്റാണ്. അപ്പം ലെമൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്ക് പീസും കാര്യങ്ങൾ, പിന്നെ ട്യൂണ, പിന്നെ ന്യൂട്ടല്ല, ജാമ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ വെച്ച് അതിന് ശേഷം പിന്നെ ബ്രെഡ്, പിന്നെ ഇത് ഉറുമാമ്പഴല്ലേ, ഉറുമാമ്പഴത്തിൻ്റെ പൾപ്പ്, പിന്നെ തേങ്ങൻ്റെ പൊടി. ഞങ്ങളിങ്ങനെ പൊടി വാങ്ങലാണ്. അതിന് ശേഷം പിന്നെ പാലടയില്ലേ, പാലടൻ്റെ മിക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഏറ്റവും ഈ അടിയിലുള്ള റോള് ഫില്ല് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ അതിന് ശേഷം ഈ പപ്പടം ഞാൻ എടുത്തിട്ട് ആ സൈഡിൽ വെച്ച് എന്നിട്ട് ഞാൻ എൻ്റെ മോന് ചീസ് കൊടുക്കലുണ്ട്. അപ്പം ചീസും ക്രീം ചീസാണ് കൊടുക്കൽ. അപ്പം അത് നേരെ അവിടെ വെച്ച് പിന്നെ ഞാൻ തൈരും കാര്യങ്ങളൊക്കെ അതേമാതിരി റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മേലത്തെ ഷെൽഫിൽ തൈരൊക്കെ വെച്ചിട്ടോ. ഇവിടെ എനിക്കായാലും മോനായാലും ഒക്കെ ഈ തൈര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അച്ചയ്ക്ക് തന്നെ ചോറിനല്ലാണ്ട് തന്നെ ഞങ്ങളെടുത്ത് തിന്നലുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും അടിയിൽ വെച്ച് പിന്നെ ഞങ്ങളിങ്ങനെ ദോശമാവൊക്കെ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങല. അപ്പം അതൊക്കെ ഏറ്റവും മേലെ തന്നെ വെച്ച് പിന്നെ
പാസ്ത, അതുപോലെ മോന് ഞാൻ അമൃതപ്പൊടി കൊടുക്കലുണ്ട്. അപ്പോൾ അമൃതപ്പൊടി, പിന്നെ ഞാൻ മുട്ട അങ്ങനെ ട്രേ വാങ്ങല കേട്ടോ. കാരണം മോന് രാവിലെയൊക്കെ പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മളെന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മുട്ട വേണമല്ലോ. അപ്പം അങ്ങനെ ഈ ട്രേ ഒന്നായിട്ട് വാങ്ങലാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നു കേട്ടോ. ഞാൻ വെജിറ്റബിൾസൊന്നും അങ്ങനെ അതിന് മാത്രമൊന്നും കുറേ വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നാരങ്ങ അങ്ങനത്തതൊക്കെ ഞാൻ ആ സൈഡിൽ വെച്ചിട്ടോ. പിന്നെ ഇത് എൻ്റെ ഓൾറെഡി നമ്മൾ മുന്നേ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടാവുമല്ലോ, ആ പയറായിരുന്നു. പിന്നെ ഇത് മല്ലിച്ചപ്പ്, പുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏറ്റവും സൈഡിൽ തന്നെ വെച്ചിട്ടോ. പിന്നെ ഉണക്കൽ ഇതാ ഞാനിവിടെ വെച്ച്. പിന്നെ ഞാൻ ഫ്രഷ് മിൽക്ക് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് തിരിച്ച് അവിടെ തന്നെ വെച്ച്. അതിന് ശേഷം ഇതാണ് കേട്ടോ ഞാൻ എല്ലാം റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷമുള്ള ഫ്രിഡ്ജിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു സോ മച്ച്.